ഓക്കെ. അപ്പൊ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പഠിച്ചത് തേൽസ് തിയറമാണ്. ആ തേൽസ് തിയറത്തിന്റെ തന്നെ ഇത് നമ്മൾ സ്കൂളിൽ പഠിക്കുന്നത്, ഇത് മേ ബി ഒരേ ക്ലാസ്സിൽ ഒരേ ടെക്സ്റ്റ് ബുക്കിൽ അടുത്തടുത്ത് വരുന്ന തിയറംസ് ആയിരിക്കും. ഓക്കെ. സോ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മിഡ് പോയിന്റ് തിയറത്തിനെ കുറിച്ചാണ്. മിഡ് പോയിന്റ് തിയറം. അപ്പൊ തേൽസ് തിയറത്തിൽ എന്താ പറഞ്ഞേ? എ ബി സി എന്ന് പറയുന്ന ഒരു ട്രയാങ്കിൾ ഉണ്ട്. ഡി ഇ എന്ന് പറയുന്ന ഒരു ലൈൻ പാരലൽ ടു ബി സി വരച്ചു. ഡി ഇ എന്ന് പറയുന്ന ലൈൻ പാരലൽ ടു ബി സി ആണ്. ഒന്നുകൂടെ പറയാം. എ ബി സി എന്ന് പറയുന്ന ഒരു ട്രയാങ്കിൾ ഉണ്ട്. അതിൽ ഡി എന്ന് പറയുന്ന പോയിന്റ് എ ബിയിലും ഇ എന്ന് പറയുന്ന പോയിന്റ് എ സിയിലുമാണ്. അപ്പോ മാത്രമല്ല ഡി ഇ എന്ന് പറയുന്നത് ബി സിക്ക് പാരലലും ആണ്. ഇങ്ങനെയാണ് പറഞ്ഞത്. ഞാൻ അവിടെ പറയാൻ വിട്ട ഒരു പോയിന്റ് ഇപ്പോൾ ഓർമ്മ വന്നു. ഇപ്പോ നമ്മൾ അതിൽ പറഞ്ഞായിരുന്നു എ ഡി ഡിവൈഡഡ് ബൈ എ ബി ഈക്വൽ ടു എ ഇ ഡിവൈഡഡ് ബൈ എ സി വിച്ച് ഈസ് ഈക്വൽ ടു ഡി ഇ ഡിവൈഡഡ് ബൈ ബി സി. ഓക്കെ. എന്താണെങ്കിൽ ഡി ഇ പാരലൽ ടു ബി സി ആണെങ്കിൽ, ഇനി നമുക്ക് ഈ ഇക്വേഷൻ തന്നിരുന്നാല്, അല്ലെങ്കിൽ നമ്മൾ ഇതിൽ നിന്ന് എടുത്ത ഈ പ്രൊപ്പോർഷൻ തന്നിരുന്നാല് തിരിച്ചു നമുക്ക് പറയാം, അങ്ങനെയാണെങ്കിൽ ഡി ഇ എന്ന് പറയുന്നത് ബി സിക്ക് പാരലൽ ആയിരിക്കും. അതായത് ഇപ്പോ എ ഡി ഡിവൈഡഡ് ബൈ ബി സി, സോറി എ സി, സോറി എ ബി, എ ഡി ഡിവൈഡഡ് ബൈ എ ബി വിച്ച് ഈസ് ഈക്വൽ ടു എ ഇ ഡിവൈഡഡ് ബൈ എ സി. ഇങ്ങനെ ഒരു കണ്ടീഷൻ ഉണ്ടെങ്കിൽ നമുക്ക് തിരിച്ചും പറയാം എന്ത്, ഇങ്ങനെയാണെങ്കിൽ ഡി ഇ എന്ന് പറയുന്നത് ബി സിക്ക് പാരലൽ ആയിരിക്കും. ഇല്ലെങ്കിൽ നമുക്ക് എ ഡി ഡിവൈഡഡ് ബൈ ബി ഡി, എ ഇ ഡിവൈഡഡ് ബൈ സിഇ. അങ്ങനെയാണെങ്കിൽ എന്ത് പറയാം, ഡി ഇ എന്ന് പറയുന്നത് ബി സിക്ക് പാരലൽ ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഞാനിത് ജസ്റ്റ് ഓർമ്മ വന്നുകൊണ്ട് അത് അവിടെ വിട്ടുപോയി, അത് ഇപ്പൊ ഓർമ്മ വന്നു, അതുകൊണ്ട് പറഞ്ഞതാണ്. ഓക്കെ. ഇവിടെ നമ്മൾ സംസാരിക്കുന്നത് മിഡ് പോയിന്റ് തിയറമാണ്. മിഡ് പോയിന്റ് തിയറത്തിൽ ഫിഗർ ആവശ്യമുണ്ട്. ഏത്? ഈ ഡി എന്ന് പറയുന്ന ലൈൻ ഉണ്ട്. ഡി എന്ന് പറയുന്ന പോയിന്റ് ആക്ച്വലി മിഡ് പോയിന്റ് ആയിരിക്കും. എന്തിന്റെ? എ ബിയുടെ മിഡ് പോയിന്റ് ആണ് ഡി. ഓക്കെ. അതുപോലെ തന്നെ എ സിയുടെ മിഡ് പോയിന്റ് ആണ് എന്ത്? ഇ. എ ബിയുടെ മിഡ് പോയിന്റ് ആണ് ഡി. എ ബിയുടെ മിഡ് പോയിന്റ് ആണ് ഡി. എ സിയുടെ മിഡ് പോയിന്റ് ആണ് ഇ. അങ്ങനെയെങ്കിലും ഇങ്ങനെ മിഡ് പോയിന്റ് ആയാലും ബി സിയും ഡിയും പാരലൽ ആയിരിക്കും. അതായത് തേൽസ് തിയറത്തിന്റെ നെക്സ്റ്റ് വെർഷൻ ആണ്. ഡി ഇ ബി സി പാരലൽ ആണ്. മാത്രമല്ല ഡി എന്ന് പറയുന്നത് എ ബിയുടെ മിഡ് പോയിന്റും ഇ എന്ന് പറയുന്നത് എ സിയുടെ മിഡ് പോയിന്റും ആണ്. ഓക്കെ. സോ ഇങ്ങനെയാണെങ്കിൽ ഇത് ഈസി അല്ലേ? ഡി എന്ന് പറയുന്ന മിഡ് പോയിന്റ് ആണെങ്കിൽ ഇത് 1 ആണെങ്കിൽ ഇതും 1 ആണ് അല്ലെ? ഇത് 1 ആണെങ്കിൽ ഇതും 1 ആണ്. ഡി ഇ 1 ആണെങ്കിൽ ബി സി എന്തായിരിക്കും? 2 ആയിരിക്കും. ഒന്നുകൂടെ പറയാം, തെറ്റിപ്പോകരുത്. എ ഡി 1 ആണെങ്കിൽ ബി ഡി 1 ആയിരിക്കും. കാരണം എന്താ? ഡി എന്ന് പറയുന്നത് മിഡ് പോയിന്റ് ആണ് അല്ലെ? അതുകൊണ്ടാണ് ഡി എന്ന് പറയുന്നത് മിഡ് പോയിന്റ് ആണ്. സോ എ ഡി ഈക്വൽ ടു ബി ഡി. അതുപോലെ തന്നെ എ ഇ ഈക്വൽ ടു സിഇ. പക്ഷെ ഡി ഇ ഈക്വൽ ടു ബി സി എന്ന് പറയാൻ പറ്റില്ലല്ലോ. ഡി ഇ ഈക്വൽ ടു ബി സി എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഡി ഇ എന്ന് പറയുന്നത് ബി സിയുടെ ഹാഫ് ആയിരിക്കും അല്ലെ? ഡി എന്ന് പറയുന്നത് ബി സിയുടെ ഹാഫ് ആയിരിക്കും. അപ്പൊ ഓരോ പ്രോപ്പർട്ടി ആയിട്ട് പറയാം. ഡി മിഡ് പോയിന്റ് ആണെങ്കിൽ ബേസിക് ആയിട്ടുള്ളതാണ്. നമുക്ക് എഴുതേണ്ട എ ഡിയും ബി ഡി ഈക്വൽ ആയിരിക്കും, എ ഇയും ഇ സിയും ഈക്വൽ ആയിരിക്കും. പക്ഷെ പറയേണ്ടത് എന്താണ്? ബി സി എന്ന് പറയുന്നത് എന്താണ്? ടോയ്സ് ഡി ഇ ആയിരിക്കും. അതല്ലെങ്കിൽ ഡി ഇ എന്ന് പറയുന്നത് ബി സിയുടെ പകുതി ആയിരിക്കും. ഇതാണ് ഒന്നാമത്തെ പോയിന്റ്. ഓക്കെ. രണ്ടാമത് നമുക്ക് പറയാൻ പറ്റും, നേരത്തെ ഞാൻ പറഞ്ഞു ഇത് 1 ആണ്, ഇതും 1 ആണെങ്കിൽ, ബി ഡി എന്ന് പറയുന്നത് 1 ആണെങ്കിൽ എ ബി എന്ന് പറയുന്നത് എത്രയായിരിക്കും? 2 ആയിരിക്കും അല്ലെ? എ ബി എന്ന് പറയുന്നത് 2 ആയിരിക്കും. സോ ഇതിന്റെ റേഷ്യോ ഏത്? എ ഡി ഈസ് ടു ഡി ബി ഈക്വൽ ടു 1 ആണ്. എ ഡി ഈസ് ടു എ ബി എന്താണ്? 1:2 ആണ് അല്ലെ?
അപ്പോ ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ഡി ഇ ഈസ് ടു ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ബി സി എന്തായിരിക്കും? ഈ 1:2 സ്ക്വയർ ആയിരിക്കും അല്ലെ? അതായത് 1:4 ആയിരിക്കും. അതായത് എന്താണ്? ട്രയാങ്കിൾ എ ഡി ഇ കുഞ്ഞു ട്രയാങ്കിള് ഒരു യൂണിറ്റ് ആണെങ്കിൽ ഈ വലിയ ട്രയാങ്കിൾ എ ബി സി എന്ന് പറയുന്നത് 4 യൂണിറ്റ് ആയിരിക്കും. അങ്ങനെയെങ്കിൽ ഇതിനകത്തുള്ള ഈ ക്വാഡ്രിലാറ്ററൽ ഡി ബി സി ഇ എന്തായിരിക്കും? ഡി ബി സി ഇ എന്തായിരിക്കും? ടോട്ടൽ 4 അകത്തത് ഇത് 1 ബാലൻസ് 3 യൂണിറ്റ് ആയിരിക്കും. ഓക്കെ, സോ ഇതാണ് മിഡ് പോയിന്റ് തിയറത്തിൽ നിന്ന് പറയാനുള്ളത്. ഇതിലെ ആദ്യത്തെ കാര്യം, ഫസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആദ്യത്തെ കാര്യം ഇതാണ്. ബി സി എന്ന് പറയുന്നത് ഡിഇന്റെ ഇരട്ടിയായിരിക്കും, അല്ലെങ്കിൽ ഡി എന്ന് പറയുന്നത് ബി സിയുടെ പകുതി ആയിരിക്കും. പിന്നെ ഉള്ളത് ഈ ഒരു കാര്യമാണ്. ഓക്കെ, അതായത് ഇത് 1 യൂണിറ്റ് ആണെങ്കിൽ ഇത് 3 യൂണിറ്റ് ആയിരിക്കും. ഇത് 1 യൂണിറ്റ് ആണെങ്കിൽ ഇത് 3 യൂണിറ്റ് ആയിരിക്കും. ടോട്ടല് 4 യൂണിറ്റ് ആയിരിക്കും. ഇതാണ് മിഡ് പോയിന്റ് തിയറം. വളരെ ഇമ്പോർട്ടന്റ് ആണ്. എക്സാംസിന് ചോദിക്കും. നിങ്ങൾ പ്രീവിയസ് ഈ പ്രോബ്ലം വർക്ക്ഔട്ട് ചെയ്തിട്ടുള്ള വീഡിയോസ് എല്ലാം പോയി കാണൂ. ഓക്കെ, ബൈ.